भारत माता के भारत माता के बोलो बीएमएस के बोलो भारत माता के जय जय बीएमएस जय बीएमएस जय जय बीएमएस जय जय बीएमएस അഴിമതിയാണ് 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 മാനേജ്മെന്റിന്റെ ഇടതുപക്ഷ നയത്തിനെതിരെ ശക്തമായി BMS BJP ശക്തമായി പ്രയോഗമായി മുന്നിലുണ്ടാകും. ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ അവര് അന്തം വിട്ട് നിൽക്കുക. മാധ്യമങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങളെ അറിയിക്കുന്ന മാധ്യമങ്ങൾ അന്തം വിട്ടിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നു. ഈ നാട്ടിലെ ഇവിടുത്തെ ഈ മറവഞ്ചിറയിലെ ഭാരതീയപുരത്തെ ആൾക്കാര് ഇത് കാണുന്ന അവിടെ സമരം ചെയ്യുക. എന്തിനാ? ഒരു പാവപ്പെട്ട തൊഴിലാളിയെ പുറത്താക്കണമെന്ന് ഈ കുറുന്തോട്ടി അടിച്ചോണ്ട് പോയപ്പോ അവർക്ക് തോന്നിയോ? ഇവിടുത്തെ ഏതാണ്ട് അശോക വനോ എന്തോ ഏതാണ്ട് സംഭവിക്കൂ. തെറ്റി സംഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ സാറേ. തെറ്റി വളർത്തുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് എങ്ങോട്ട് പോയെന്നാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ CIT AITC ഇവിടുത്തെ ഓയിൽ പമ്പിന്റെ അധികാരികള് കൈയിട്ട് വാരുക. ഈ കൈയിട്ട് വാരുന്നതിനെതിരെയാണ് ഈ ഭാരതീയ മസ്ദൂർ സംഘം ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മര്യാദയായിട്ട് പറയുകയാണ്, ഞങ്ങള് നിയമം അനുസരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ തടയാൻ വയ്യാഞ്ഞിട്ടല്ല, കാരണം വണ്ടികൾ പോകട്ടെ. പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വിരുദ്ധ നയം, BMS-നോട് കാണിക്കുന്ന ചിറ്റമ്മ നയം അത് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അദ്ദേഹം A ഡിവിഷനിലൊരു തൊഴിലാളി അവിടുത്തെ എണ്ണപ്പനയിലെ കൊലകൾ നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം ഈ മാനേജ്മെന്റിനോട് ഓയിൽ ഫാമിനോട് സ്നേഹം കൊണ്ട് അദ്ദേഹം ഒരു 4 കൊല, ഒരു 3 പനയിൽ നിന്ന് 4 കൊല വെട്ടിയനാണ് ഇവിടുത്തെ CIT-ന്റെയും AITC-ന്റെയും ഇവിടുത്തെ CPM-ന്റെ ഗുണ്ടകൾ. അവരെ ഇവിടുത്തെ ഓയിൽ ഫാമിലെ ജീവനക്കാരെ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ചിന്തിക്കണം. അവിടുത്തെ ഓയിൽ ഫാമിലെ ജീവനക്കാരെ ഇന്നലെ 8:30 മുതൽ ഈ സമയം വരെയും അവിടുത്തെ ജീവനക്കാരെ പുറത്താക്കിക്കൊണ്ട് സമരം ചെയ്യുകയാണ് ഇവിടുത്തെ CIT. 100 കണക്കിന് വിഷയങ്ങളില്ലേ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ. അവർക്ക് യഥാസമയം ഇവിടുത്തെ ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഇവിടുത്തെ ഓയിൽ ഫാം മാനേജ്മെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഇപ്പോ പുതിയതായി കയറിയ തൊഴിലാളികൾ 144 അറ്റൻഡൻസ് തികഞ്ഞ തൊഴിലാളികളെ അവിടെ സമയം ക്രമീകരണം നടത്തിയിട്ടുണ്ടോ? അവർക്ക് യഥാർത്ഥ ശമ്പളം നൽകുന്നുണ്ടോ? ഇങ്ങനെ 100 കണക്കിന് വിഷയങ്ങൾ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാതെ ഇവിടുത്തെ ഓയിൽ ഫാമിലെ ജീവനക്കാരെ ഒന്നടങ്കം എല്ലാരെയും പുറത്താക്കിക്കൊണ്ട് ഈ സമയം വരെയും സമരം ചെയ്യുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഈ മാനേജ്മെന്റ് ഒരു പരാതി പോലീസ് അധികാരികൾക്ക് നൽകുന്നുണ്ടോ?
ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ പറയുന്ന നിയമം ഞങ്ങൾ സംഘപ്രസ്ഥാനങ്ങൾ പരിപൂർണമായി അനുസരിക്കുകയും അച്ചടക്കത്തോടെ കേൾക്കുന്ന ഇന്ത്യയിലെ ഏക പ്രസ്ഥാനമാണ് സംഘപ്രസ്ഥാനങ്ങൾ. നിങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടതുപക്ഷ നിങ്ങളുടെ പരിമിതി ഞങ്ങൾക്കറിയാം. ഭരണകക്ഷത്തെ നിങ്ങൾ അനുസരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ പരിപൂർണമായി നിങ്ങൾ അവരെ സഹായിക്കുന്ന നിലപാടുകളുമായി നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണം. പോലീസ് ഓഫീസേഴ്സ് അതിൽ നിന്ന് പിന്തിരിയണം. ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ആൾക്കാർ, ഈ മാനേജ്മെന്റ് തയ്യാറാകണം. പോലീസ് അധികാരികൾ, ഇന്നലെ നമുക്കറിയാം ഇവിടുത്തെ 900ഓളം വരുന്ന തൊഴിലാളികൾ 4-ാം തീയതി 5-ാം തീയതി ശമ്പളം കിട്ടുന്നതാണ്. 900ഓളം വരുന്ന തൊഴിലാളികൾ ഇതുവരെ സാലറി കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് സാലറി കിട്ടാത്തത്? അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമുക്ക് സാലറി 4-ാം തീയതി ദിവസം നോക്കിയിരിക്കുകയാണ്. 100 കണക്കിന് ആവശ്യങ്ങളാണ് ഒരു ഭവനത്തിലുള്ളത്. അങ്ങനെ ഈ സാലറി കിട്ടാത്തത് മൂലം ഇവിടുത്തെ സാധാരണപ്പെട്ട തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ്. അതിന് സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ CIT-ന്റെ AITസിന്റെ ആൾക്കാരല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ, ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്ന സമരങ്ങൾ ഇടതുപക്ഷം അതിന് പിന്തിരിയാൻ തയ്യാറാകണം. ഇവിടുത്തെ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുവാൻ BMS ജീവൻ കൊടുത്ത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ജീവൻ നൽകി ഈ പ്രസ്ഥാനത്തെ, ഈ മഹത്തരമായ ഈ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ ഞങ്ങൾ സംരക്ഷിക്കും. CPM-ൻ തുട്ടൂരം, അനുവദിക്കില്ല. ഓയിൽ പാമ്പിനെ തകർക്കും, CPM-ൻ നീക്കം, അനുവദിക്കില്ല.